ഭയങ്കര വൈറലായ ചില ഞാനും അത് കണ്ടിട്ടുണ്ട്. പഴയ ഹണി ഇങ്ങനെയാണ് എന്ന് കരുതിയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം ലേഡിയെ സംബന്ധിച്ചിടത്തോളം. ഈ ഹണിയിൽ നിന്ന് ആ ഹണിയിലേക്ക് ആ സ്വന്തമായിട്ട് ആ ട്രാൻസ്ഫോർമേഷൻ അത് ഭയങ്കര എൻജോയ് ചെയ്യും, ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി. അത് ഒന്നാമത് ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രി ഇതാണ്, സിനിമ ഇൻഡസ്ട്രിയാണ്, എൻ്റർടൈൻമെൻറ്റ് ഫീൽഡാണ്. അവിടെ അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണിത്. ഇവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ ആക്ടിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ആസ് ആൻ ആക്ടർ അത്രയും രസമായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരീരം. ഞാൻ 15 വയസ്സുള്ളപ്പോഴാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അന്നത്തെ ഫോട്ടോ എടുത്തിട്ടാണ് അവർ ഈ കമ്പാരിസൺ എന്ന് പറയുന്ന കാര്യം വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ആ മാറ്റങ്ങളെല്ലാം ഭയങ്കരമായിട്ട് എംബ്രേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഭയങ്കര പ്രൗഡാണ് ആ മാറ്റങ്ങളിലെല്ലാം. ഇനിയും മാറ്റങ്ങൾ വരും എന്തായാലും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ആളുകളെ തെറി വിളിച്ചൊന്നും നടക്കുന്നതല്ലല്ലോ. ഇത്രയും വൃത്തികേട് ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ഇതുണ്ട്. നമുക്ക് ആ ഒരു ഐഡിയോളജി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇത് ഞാൻ എൻ്റെ ശരീരം നോക്കി ഞാൻ ഹാപ്പിയായി എല്ലാ ആളുകളുടെ അടുത്തും മാന്യമായി പെരുമാറി സന്തോഷത്തോടെ നടക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് ഇത്രയും തെറി കേൾക്കുന്നത്? അപ്പം അതിനകത്ത് ചോദിക്കും, പണ്ട് സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ പോലും അങ്ങനെ പോലും ഇടാതിരുന്ന ഒരു കുട്ടി ഇങ്ങനെ വസ്ത്രം ഇട്ട് തുടങ്ങി, അപ്പോൾ പിന്നെ ഈ വിമർശനമൊക്കെ കേൾക്കില്ലേ എന്ന് പറയുന്ന കുറേ ആൾക്കാരൊക്കെ കുറേ ഉണ്ട്. അവർക്കുള്ളൊരു മറുപടി കൂടി ആയിരിക്കും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള ഒരു സാധനം, ബേസിക് സാധനം നമുക്ക് അറിയില്ലാത്തത് കൊണ്ട് വരുന്ന പ്രശ്നമാണെന്ന് തോന്നുന്നു. സ്ലീവ്ലെസ് ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വന്ന ജീവിത സാഹചര്യം വ്യത്യസ്തമായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നു, ആളുകളെ കാണുന്നു, പല ആളുകളെ കാണുന്നു, പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നു. ഒന്നും അല്ല, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് നമുക്ക് തന്നെ തോന്നും. അതിപ്പോൾ നമ്മളിപ്പം നമ്മുടെ എത്രയോ കുട്ടികൾ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നു. അവരെന്ത് രസകരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുന്ന ആളുകളാണ്. അവിടെയൊന്നും ഈ ഡിസ്കംഫർട്ട് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങളെ ശരീരത്തെ ഇങ്ങനെ ഫോക്കസ് ചെയ്തും അതിൽ തുറിച്ച് നോക്കാനും സ്റ്റെയർ ചെയ്യാനും ആളുകളുള്ളപ്പോഴും, ഇതേപോലെ വൃത്തികേടുകൾ പറയാൻ ആളുകൾ ഉള്ളപ്പോഴുമാണ് ഇതെല്ലാം ഒരു പ്രശ്നമായി മാറുന്നത്. അല്ലെങ്കിൽ ഭയങ്കര കംഫർട്ടായിട്ട് നമ്മുടെ ഫ്രീഡം നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ വേണം ഇവിടെയുള്ള നമ്മുടെ ആളുകളെല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വേറൊരാളുടെ ലൈഫിലേക്ക് കിടന്ന് കയറി എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ തലയിലുള്ള ഐഡിയോളജി എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയി വെക്കാൻ ശ്രമിക്കാതെ ലെറ്റ് ദം ലീവ് എന്നുള്ളതാണ്. വളരെ ജനറൽ വെർബൽ അബ്യൂസ് നടത്തുന്ന പലർക്കുമുള്ള മറുപടികൾ ഹണിയുടെ ഇതിനകത്തൊക്കെ ഉണ്ട്. അത് ആരെങ്കിലും പറയണമെന്ന് ഞാനടക്കമുള്ള സ്ത്രീകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെ അതിലൊരു സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിൽ ഹണിയുടെ മറുപടി അതിനകത്ത് വേണം. ഈ പറയുന്ന വിമർശനം പറയുന്ന ആൾക്കാർ ആദ്യം ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് ചോദിക്കാം, വച്ച് കെട്ടിയിട്ടാണ് പലയിടത്തും പോകുന്നത്, പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരോട് മുഖമടച്ച് വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം? ഇനി ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അതാരെയാണ് ബാധിക്കുന്നത്? എന്നെ മാത്രം ബാധിച്ചാൽ പോരെ? ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ശരീരത്തിൽ ഞാൻ 100% പ്രൗഡായിട്ടുള്ള വ്യക്തിയാണ്. ഇനി എനിക്ക് വെച്ച് കെട്ടണം എന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് അധികാരവും അവകാശമുണ്ട്. അത് എൻ്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത്, വേറെ ആരുടെയും ശരീരത്തിലല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഇതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല. ഇതൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തികേടുകളാണ്. ഇതെങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കും പലപ്പോഴും. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത്? ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ചു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ്. ഇങ്ങനെ നിങ്ങൾ കെട്ടിയൊരുങ്ങി നടന്നാൽ നിങ്ങളെ തെറി വിളിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. അവിടെ നിന്ന് ശക്തമായ നിയമമുണ്ട്. ഇനി ആ നിയമം ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ള ജോലികൾ ചെയ്യും. അപ്പം നിങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ അതൊരു ബേസിക് എന്താ പറയുക ഒരു കാര്യമാണ്. നമ്മളൊരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അല്ലേ. അതിന് ചില നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ്. നമ്മളൊരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണം, പ്രായമായ ആളുകളുടെ അടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം. ഇത് ഫാമിലിയിൽ നിന്നും നമ്മളെ സ്കൂളുകളിൽ നിന്നായാലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു വിടുന്നതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കാര്യത്തിൽ കുറച്ചും കൂടി നമ്മളൊന്നൊരു സീരിയസ്നെസ് കൊടുത്ത് തന്നെ
മുമ്പോട്ട് പോകണം എന്ന് തോന്നുന്നു. അപ്പം എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്യാനും എനിക്ക് അവകാശമുണ്ട്. ഞാൻ വേറെ ഒരാളെയും ഉപദ്രവിക്കാൻ പോവാത്തിടത്തോളം കാലം എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ്.